നിർണായകമായ വിവരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ വിജിൻ വായന്തോട് നൽകും. വിജിൻ, ഏറ്റവും സ്ഥിരീകരിച്ചതിന് ശേഷം മതി എങ്കിൽ പോലും ഏറ്റവും പുതിയ വിവരങ്ങൾ. അജിംഷാദ്, ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള തെരച്ചിൽ പൂർത്തിയാക്കി പോലീസ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശങ്ങളിലെ ചില CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നൽകാം എന്ന് ആ കട ഉടമകൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ CCTV ദൃശ്യങ്ങൾ ലഭ്യമായാൽ കൂടുതൽ വിവരം, ആ പെൺകുട്ടി ഏതെങ്കിലും വഴിയിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. ഒപ്പം തന്നെ ബീച്ച് പരിസരത്ത് ഒക്കെ പ്രധാനമായും പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. ഇവിടെ ഒരുപാട് കടകൾ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ ഈ ഭാഗത്തേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധനയാണ് പോലീസ് രാവിലെ തന്നെ പൂർത്തിയാക്കിയത്. അല്പം സമയം കഴിയുന്നതോടുകൂടി ഈ ഭാഗമൊക്കെ ആളുകളെ കൊണ്ട് നിറയും. അങ്ങനെയെങ്കിൽ തിരച്ചിലിനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹകരണത്തോടെ ഇത്തരത്തിൽ ഈ മേഖലകളിൽ മുഴുവൻ പരിശോധന പോലീസ് നടത്തിയത്. പക്ഷേ അവിടെ നിന്നൊന്നും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള CCTV ക്യാമറകളുണ്ട്. ആ ക്യാമറകളിലെ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുലർച്ചെ 5:30 റെയിൽവേ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടി, അങ്ങനെയാണ് രണ്ട് ഓട്ടോ ഡ്രൈവർമാർ മൊഴി നൽകിയത്, ആ പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഒരുപക്ഷെ നടന്നു വരണം. നടന്നു വന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് ബീച്ച് ഭാഗത്തേക്കുള്ള റോഡുകൾ പൂർണ്ണമായും പോലീസ് ആ ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. അതിനുശേഷം ആ മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കാനുള്ള ശ്രമം നടത്തി. ചില സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് ലഭ്യമായത്. എന്തായാലും മറ്റ് ചില കടകൾ ഈ പ്രധാനമായും ടൂറിസം കേന്ദ്രം കൂടി ആയതുകൊണ്ട് തന്നെ ഒരു 12 മണിയൊക്കെ കഴിയുന്നതോടുകൂടി പൂർണ്ണമായും ഈ മേഖലയിൽ കടകളും ആളുകളും ഒക്കെ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കടയിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഉടമസ്ഥരും ഒക്കെ എത്തുന്ന ഘട്ടത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഇപ്പോൾ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് തന്നെ തിരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും മണിക്കൂറുകളായി എടുത്തു നടത്തിയ പരിശോധനയിൽ നിലവിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചെന്നൈയിലേക്ക് പെൺകുട്ടി പോയിട്ടുണ്ടോ, മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി പെൺകുട്ടി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള പരിശോധനയും കൂടുതലായി എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നേരത്തെ ഓട്ടോ ഡ്രൈവർമാർ 2 പേർ നൽകിയ മൊഴി എന്ന് പറയുന്നത് അത് പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കണ്ടു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് കൂടുതൽ മേഖലകളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. പക്ഷേ പെൺകുട്ടിയെ അത്രയും സമയമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇന്നലെ രാവിലെ ഏകദേശം 9:37 കൂടിയാണ് പെൺകുട്ടി കഴക്കൂട്ടത്തു നിന്ന് പുറപ്പെട്ടത്. അതിനുശേഷം പല ഭാഗങ്ങളിലായി യാത്ര ചെയ്ത് അതിനുശേഷമാണ് ട്രെയിനിൽ കയറി പെൺകുട്ടി ഈ കന്യാകുമാരിയിലേക്ക് ട്രെയിനിൽ കയറി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചെറിയ പൈസ മാത്രമേ കയ്യിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നുള്ളൂ. ഏകദേശം 50 രൂപ മാത്രമാണ് പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ 40 രൂപ മാത്രമേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൂ എന്ന ദൃക്സാക്ഷികളായ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ ബബിതയും അതുപോലെ തന്നെ നവ്യയും മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം കുട്ടിയുടെ കയ്യിലില്ല. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ ഒക്കെ അടഞ്ഞു കാണും. ആ പൈസയ്ക്ക് അത്തരത്തിൽ ഒരു കടകളിൽ നിന്ന് ലഘുഭക്ഷണത്തിന് പുറമെ മറ്റൊരു ഭക്ഷണവും വാങ്ങാൻ കഴിയില്ല. തീർച്ചയായും വിജിൻ വായന്തോട്, കന്യാകുമാരിയിൽ നിന്നും വിജിൻ വായന്തോട് ഏറ്റവും പുതിയ ദൃശ്യങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങളും അല്പസമയത്തിനകം നൽകും.